2026 ഫിഫ ലോകകപ്പിനുള്ള ഗ്രൂപ്പുകളുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുന്നു. 4 പോട്ടുകളിലായി 48 ടീമുകളാണ് നറുക്കെടുപ്പിൽ. ഇതിൽ 42 ടീമുകൾ ഇതിനകം യോഗ്യത നേടിയിട്ടുണ്ട്. 6 ടീമുകൾ പ്ലേ ഓഫിലൂടെ യോഗ്യത നേടണം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് വിവരങ്ങൾ നൽകും. ഹരി, നറുക്കെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പോർട്ട് 1 പൂർത്തിയായിട്ടുണ്ട്, ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ്, ഏതൊക്കെ ടീമുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്? അനീഷ, ലോകം കാത്തിരിക്കുന്ന കായിക ഉത്സവം, ഏറ്റവും വലിയ കായികോത്സവത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ജൂൺ 11-നാണ് ലോകകപ്പ് ആരംഭിക്കുന്നത്. ഫിഫ ലോകകപ്പിന് വേണ്ടി എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഏറ്റവും വലിയ ആവേശത്തിലാണ് ഇന്നത്തെ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ആകെ ആതിഥേയരെ മാത്രമാണ് ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. ആതിഥേയരായ ഇത്തവണ ലോകകപ്പ് നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ ആതിഥേയരെ മാത്രമാണ് ഇത്തവണ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഗ്രൂപ്പിലേക്ക് ആക്കിയിട്ടുള്ളത്. ആദ്യം മെക്സിക്കോയാണ് നറുക്കെടുപ്പിലൂടെ ഗ്രൂപ്പ് എയിലേക്ക് വന്നത്. പിന്നീട് അമേരിക്ക ഗ്രൂപ്പ് ബിയിലും, അതോടൊപ്പം തന്നെ അമേരിക്ക ഗ്രൂപ്പ് ഡിയിലും കാനഡ ഗ്രൂപ്പ് ബിയിലുമാണ് എത്തിയിരിക്കുന്നത്. ഈ 3 ആതിഥേയരെ മാത്രമാണ് നിലവിൽ ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള വമ്പന്മാരൊക്കെ ഇപ്പോഴും പോർട്ടിൽ ബാക്കി കടക്കുകയാണ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, അതോടൊപ്പം തന്നെ ജർമ്മനി, സ്പെയിൻ ഉൾപ്പെടെയുള്ള ടീമുകൾ ഇപ്പോഴും ആ ഒരു പോർട്ടിൽ ഏത് ഗ്രൂപ്പിലേക്കാണ് പോകുക എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഏറ്റവും ആവേശത്തിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടുക? പ്രമുഖർ തമ്മിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളികൾ വരുമോ? ഏതെങ്കിലും നല്ല ടീമുകൾ പ്രീ ക്വാർട്ടറിനും ക്വാർട്ടറിനും ഒക്കെ മുന്നേ പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു വലിയ ആകാംക്ഷയൊക്കെ ഇപ്പോൾ തന്നെ ആരാധകർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, പോർട്ട് 1-ൽ തരംതിരിച്ചിരിക്കുന്നത് US, മെക്സിക്കോ, കാനഡ. ഈ 3 ആതിഥേയരാണ് പോർട്ട് 1-ൽ ആദ്യമുള്ളത്. അവരോടൊപ്പം സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി എന്നിവരാണ് പോർട്ട് 1-ലുള്ളത്. പോർട്ട് 2-ൽ കരുത്തരായ ക്രൊയേഷ്യയുണ്ട്. മൊറോക്കോ, കൊളംബിയ, ഉറുഗ്വായ്, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സെനഗൽ, ഇറാൻ, ദക്ഷിണ കൊറിയ, ഇക്വഡോർ, ഓസ്ട്രേലിയ എന്നീ ടീമുകളാണ് പോർട്ട് 2-ലുള്ളത്. പോർട്ട് 3-ലേക്ക് വരുമ്പോൾ നോർവേ, പനമ, ഈജിപ്ത്, അൾജീരിയ, സ്കോട്ട്ലൻഡ്, പരാഗ്വേ, തുനീഷ്യ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് പോർട്ട് 3-ലുള്ളത്. പോർട്ട് 4-ലേക്ക് വരുമ്പോൾ നിലവിൽ ജോർഡൻ, കേപ്പ് വെർഡെ, ഖാന, കുർസാവോ, ഹെയ്റ്റി, ന്യൂസിലൻഡ് ഇത്തരം ടീമുകളാണ് നിലവിലുള്ളത്. അതിലേക്ക് ഇനിയൊരു 6 ടീമുകൾ കൂടി യോഗ്യത കളിച്ചെത്തേണ്ടതുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള 4 ടീമുകൾ യോഗ്യത കളിച്ചെത്തണം. അതിൽ തന്നെ കരുത്തരായ ഒരുപാട് ടീമുകളുണ്ട്. ഇറ്റലി ഉൾപ്പെടെയുള്ള ടീമുകൾ ഇപ്പോഴും യോഗ്യത നേടാനാവാതെ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ അവർ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചിനി ലോകകപ്പിൻ്റെ ഈ ഒരു 48 ടീമിൻ്റെ ലിസ്റ്റിലേക്ക് വരേണ്ടതുണ്ട്. ഇറ്റലി ഉണ്ട്, അയർലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, യുക്രൈൻ, സ്വീഡൻ, പോളണ്ട്, തുർക്കി, അങ്ങനെ വലിയ ടീമുകൾ. ഡെൻമാർക്ക് നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തൊരു ടീമാണ്. ഡെൻമാർക്ക് ഉൾപ്പെടെ ഇപ്പോഴും ലോകകപ്പിന് എത്താൻ കഴിയാതെ യോഗ്യതാ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജമൈക്ക, അങ്ങനെ ആഫ്രിക്കൻ ടീമുകളും ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം മാത്രമേ 48 ടീമുകളുടെ ഒരു പട്ടിക നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 42 ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ തന്നെ ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള പ്രമുഖർ, നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ബ്രസീൽ നമുക്കറിയാം, കഴിഞ്ഞ ടൂർണമെന്റിൽ വലിയ പ്രതീക്ഷകളോടെ വന്നെങ്കിൽ അവർക്ക് ആ ഒരു കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്ന ഇക്കുറി പരിശീലകനൊക്കെ മാറ്റി കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ പുതിയൊരു ബ്രസീലായി തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ഈ 3 ടീമുകൾക്കും കേരളത്തിൽ വലിയ ആരാധകരുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയായിരിക്കും ആരാധകർ എത്തി നോക്കുന്നത്. അതുപോലെ ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് ഈ വമ്പന്മാരൊക്കെ ഏത് ഗ്രൂപ്പിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒരു പുലർച്ചയോടെ ആയിരിക്കും ഒരു അന്തിമ പട്ടിക നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനീഷ.